ഒരു മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസ് നിങ്ങളെല്ലാവരും തന്നെ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കുറ്റവാളികളെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയുന്നത് ബിലാൽ എന്ന് പറയുന്ന ആലപ്പുഴ ചാരുമൂട് സ്വദേശിയായിട്ടുള്ള ശ്രീകുമാർ. അദ്ദേഹം ബിലാൽ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. ആ പേരിലായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആളുകളുടെയൊക്കെ കയ്യിലും ബിലാലിക്ക എന്ന് പറഞ്ഞാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു സിന്ധു സ്റ്റോയ്സി, ഇങ്ങനെയുള്ള നിരവധി ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അലീന എബ്രഹാം തിരുവനന്തപുരത്തു നിന്നുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജിമ എന്ന് പറയുന്ന പൊന്നാനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷംല റഹ്മ എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലേതാണ്ട് അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം നിരവധി പെൺകുട്ടികളുമാണ് ഇപ്പോൾ ഇതേവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം എന്താണ് എന്നുള്ളത് കേൾക്കാത്ത എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ബാക്കിയുള്ളവരൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതിൻ്റെ പുറത്ത് തിരക്ക് പിടിച്ചൊരു വീഡിയോ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഈ മാറ്റർ തന്നെ അധികം നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ അത് നോക്കുമ്പോൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൂടെ അറിയുന്നുണ്ടാവും. ഇത് സംബന്ധിച്ച്, ഈ വാർത്തയെ സംബന്ധിച്ച് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ പതിയിരിക്കുന്ന, കേരളത്തെ പിടികൂടിയിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് കൂടിയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിന് ഞാൻ നിരവധി സംഭവങ്ങൾ നിങ്ങളോട് ചേർത്ത് വെക്കാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു നെറ്റ്വർക്ക് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏറ്റവും ആദ്യമേ തന്നെ ഇവർ മോഡലിങ്ങിനും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമൊക്കെ ആയിട്ടും അതുപോലെ യാതൊരു മുൻപരിചയവുമില്ലാത്തവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരസ്യം കൊടുക്കുന്നു. ആ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യം കൊടുക്കുന്നത് സിന്ധുവിൻ്റെയൊക്കെ ലേബലിലാണ്. മറ്റു പല പേരുകളിലൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ സിന്ധു എന്നാണ് യഥാർത്ഥ പേര്, ഗുരുവായൂർ എന്നുള്ളതാണ്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അവർ യഥാർത്ഥത്തിൽ ദുബായിൽ ചില സെലിബ്രിറ്റി ഷോസൊക്കെ നടത്തുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ പല സെലിബ്രിറ്റീസുമായിട്ടൊക്കെ തന്നെ ഇവർക്ക് ബന്ധമുണ്ട്. ആ സെലിബ്രിറ്റി ഷോകൾ ഒരു വർഷത്തിൽ 3 എണ്ണമെങ്കിലും സംഘടിപ്പിക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ അതിലൊക്കെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇവർ പരസ്യം കൊടുക്കുന്നു. ആ പരസ്യം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സ്ത്രീകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ശ്രീകുമാർ ഈ സ്ത്രീകളെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇൻ്റർവ്യൂ നടത്തുകയും ചില പൊതുസ്ഥലങ്ങളിൽ വെച്ച് കാണുകയും അവരുടെ കുടുംബക്കാരുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുകയും അങ്ങനെ ജോലി ഏതാണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സ്ത്രീകളെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്തൊക്കെ താല്പര്യമുള്ള, കാണാൻ കുറച്ചുകൂടി സുന്ദരികളായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അതിനൊക്കെ അപേക്ഷിക്കുക. അപ്പോൾ അവരെയൊക്കെ തന്നെ വിദേശത്തേക്ക് കൊണ്ടുവന്ന് ദുബായിൽ കൊണ്ടുപോകും. ദുബായിൽ കൊണ്ടുപോയതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് രേഖകളുമൊക്കെ പിടിച്ചു വെക്കുന്നു. പിന്നെ അവരെ യഥേഷ്ടം പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു, പീഡിപ്പിക്കുന്നു. അവരെ മറ്റു പലർക്കും കാഴ്ച വെക്കുന്നു, അതുവഴി പണമുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരാളെ അവിടെ എത്തിച്ചു കൊടുക്കുന്നതിന് ഈ പറയുന്ന ആളുകൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 50,000 മുതൽ 1,00,000 രൂപ വരെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് തന്നെ ആദ്യം വരുന്നത് മരട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണ്. കാരണം ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ളൊരു പെൺകുട്ടി അവരിവിടെ പരാതി കൊടുക്കുന്നു. തന്നെ ഇതുപോലെ പറ്റിക്കപ്പെട്ട് കൊണ്ടുപോയതാണെന്നും എന്നെ ഇതുപോലെ പീഡിപ്പിച്ചുവെന്നും അവിടെ പലർക്കും വേണ്ടി കാഴ്ചവെച്ചു എന്നൊക്കെയുള്ള ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അന്വേഷിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾ അറിയേണ്ടത് അടുത്തൊരു പരാതി കൂടി വരുന്നു. ആ പരാതി കൂടി വരുമ്പോൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണെന്നും ഇതിനു വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിച്ചേ പറ്റുള്ളൂ എന്നുള്ളതും കൂടി അറിയുന്നു. ഇതറിയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് തുടങ്ങി 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ഇവർ പിടിയിലായിട്ടുള്ളതല്ല. ഇവർ പലരും കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ടൊക്കെ നിരന്തരമായി ദുബായിലൊക്കെ യാത്ര നടത്തുകയും അവിടെ പല ബിസിനസ്സുകളുമൊക്കെ ഉള്ളവരാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. ഈ റാക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ കണ്ണിയല്ല, ഒരു വലിയ കണ്ണികളാണെന്നും ആ കണ്ണികളുടെ ഏതാനും ചില ചെറിയ കണ്ണികൾ മാത്രമേ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യം ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ ഒരു ബാക്കപ്പോ ഒന്നും ഇവർക്കില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതിനൊക്കെ വേണ്ടി സാമ്പത്തികം മുടക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതും വലിയ തോതിൽ കരുത്തരായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ അത്തരത്തിലുള്ള ആളുകളും കുറേ കൂടി പരിചയമുള്ള ആളുകളൊക്കെ പ്രതീക്ഷിച്ചാലല്ലാതെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി ഷോകളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ വിവിധ ആളുകളെ അവിടെ കൊണ്ടുപോയി പല പരിപാടികളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പലപ്പോഴും സിനിമാ രംഗത്തുള്ളവരും ബിഗ് ബോസ് ഷോയിലുള്ളവരും ഇത്തരത്തിലുള്ള നിരവധി ആളുകളെയും ഒക്കെ പലരും അവിടെ കൊണ്ടുപോയി പല പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ആ പരിപാടികളിലേക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെ കൂടി ഈ അന്വേഷണം നീങ്ങണം. കാരണം ഇതുവഴി കോടികൾ കൊയ്യുന്ന ഒരു വലിയ ബിസിനസ്സാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതിലേക്ക് വേണ്ടി ഞാൻ ചില ചെറിയ ഉദാഹരണങ്ങൾ കൂടി നിങ്ങളോട് പറയാം. ഇതൊക്കെ നമ്മളൊരു സംഭവം വരുമ്പോൾ ഇത് മാത്രമായിട്ട് ഇതിനെ കണ്ടിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് 2 മോഡലുകൾ അവർ
വൈറ്റിലക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാറ് ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെട്ടു പോയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്പർ 18 എന്ന് പറയുന്നൊരു ഹോട്ടൽ. ആ ഹോട്ടലിൽ നടന്ന ഒരു പാർട്ടിയിൽ ഇവർക്ക് കൊക്കോ കോളയും പെപ്സിയും പോലെയുള്ള സാധാരണ കുടിക്കുന്ന സാധനങ്ങളിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയും ഇവരെ അവിടുത്തെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരെ ചില വാഹനങ്ങൾ ചേസ് ചെയ്യുകയും കൂടാതെ കുണ്ടന്നൂർ വെച്ച് ആ വാഹനങ്ങൾ അവർ തടഞ്ഞു നിർത്തുകയും ആ തടഞ്ഞു നിർത്തിയതിന് ശേഷം ഇവരോട് തിരികെ വരാനും ഇവർക്ക് പ്രശ്നമില്ല എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വിട്ടുകളയുകയും ചെയ്തതിന് ശേഷം ഒരു മരണപ്പാച്ചിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റ്ലക്ക് ജംഗ്ഷന് ശേഷമുള്ള ഒരു മരത്തിലിടിച്ച് ആ വാഹനം അപകടത്തിൽപ്പെടുകയും തൽക്ഷണം തന്നെ രണ്ട് മോഡലുകളായിട്ടുള്ള നമ്മുടെ മിസ് കേരള പട്ടത്തിനൊക്കെ മത്സരിച്ചിട്ടുള്ള 2 പേർ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തത്. അവർ 2 പേരും ചെറിയ കുട്ടികളായിരുന്നു. അവർ തൃശ്ശൂർ സ്വദേശികളായിരുന്നു. അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരുന്നു. വലിയ ഭാവി ഉണ്ടായിട്ടുള്ള കുട്ടികളായിരുന്നു. ഈ മോഡലിംഗ് രംഗത്തേക്ക് ഒരു താല്പര്യത്തോടുകൂടി ഇറങ്ങാം എന്ന് വിചാരിച്ചതാണ്. ഈ മോഡലിംഗ് രംഗം പോലെയുള്ള അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലെയുള്ള ഇത്തരത്തിൽ പെട്ടെന്ന് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പെട്ടെന്ന് നമുക്ക് വലിയ പണവും വലിയ ഫെയിമും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള രംഗങ്ങളിലേക്കൊക്കെ തന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ഇത്തരത്തിൽ കുരുക്കിലാക്കിയാലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അവർ ഇത്തരത്തിലുള്ള ഒരു ജീവിതമായ കൂടി ഇഴുകിച്ചേരുകയും ഇതെല്ലാം തന്നെ പുറത്ത് വരാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആളുകളുടെ തോന്നലിൽ നിന്നാണ് ദുബായ് ആസ്ഥാനമാക്കിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരിക്കും. ഇതിൻ്റെ പുറകിൽ ഫണ്ട് മുടക്കുന്ന വലിയ വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ള കോടികൾ ഇറക്കാൻ കഴിയുന്ന വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്നും മറന്നു പോകരുത്. ഇനി ഈ സംഭവത്തിനോട് ചേർത്ത് വെക്കാൻ ഞാൻ മറ്റൊരു സംഭവം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം. നമ്മുടെ കേരള ബോർഡറിനടുത്ത് വെച്ചിട്ട് ഒരു കപ്പലിൽ നിന്ന് ഇന്ത്യൻ നേവിയുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കൂടി സംയുക്തമായിട്ടൊരു ഓപ്പറേഷൻ നടത്തുകയും 2500 കിലോഗ്രാം വരുന്ന ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന MDMA ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റാഫെറ്റമിൻ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അന്ന് അതിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 25,000 കോടി രൂപയിലധികം വരുമെന്നാണ്. ഇത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് പകുതിയോളം ചരക്കുകൾ അവർ കടലിലേക്ക് മുക്കിക്കളഞ്ഞു എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ചരക്ക് കപ്പലിനകത്ത് ഉണ്ടായിരുന്നതിൽ വളരെ പകുതിയോളം മാത്രമാണ് പിടിച്ചെടുത്തത്. അത് തന്നെ 25,000 കോടി രൂപയിലധികം വരുമെന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, അന്നുണ്ടായിരുന്ന പത്രവാർത്തകളൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതിൽ നിന്ന് ഈ കേരളത്തിലേക്ക് കൂടി ഈ പറയുന്ന പോലെ മയക്കുമരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഏതാണ്ട് 250 കിലോയോളം വരുന്ന മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളൂ കൂടിയാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അതിനൊക്കെ വേണ്ടി ഫണ്ട് ചെയ്യാൻ കഴിയുന്ന, പണം മുടക്കാൻ കഴിയുന്ന ആരാണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ നേരത്തെ മാത്യു സാമുവലിൻ്റെ ചാനലിൽ ഇതുപോലെ ഇടയ്ക്ക് ചെന്ന് ഗസ്റ്റായി ചെന്ന് വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാതെ വയ്യ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗ്രേറ്റർ നോയിഡയിലുള്ള ഗൗതം ബുദ്ധ് നഗർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കകത്തുള്ള ഒരു 3 സ്റ്റോറിഡ് ബിൽഡിങ്ങിൽ നിന്ന് ഒരു ദിവസം അവിടെയുള്ള പോലീസുകാർ റെയ്ഡ് നടത്തുകയും 8ഓളം വരുന്ന വിദേശികളടക്കം 7 വിദേശികളും ഒരു ഇന്ത്യക്കാരനും അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പിടികൂടുകയും 200 കിലോഗ്രാമിലധികം വരുന്ന പ്യുവറായിട്ടുള്ള മെറ്റാഫെറ്റമിൻ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ആ കണ്ടെടുത്തതെന്ന് പറയുന്നത് മെത്തലാബുകൾ എന്നറിയപ്പെടുന്ന, അത് മെറ്റാഫെറ്റമിനാക്കി മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഫാക്ടറി ആയിരുന്നു. അതാണ് മെത്തലാബുകൾ എന്നറിയപ്പെടുന്നത്. ആ മെത്തലാബുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ 2 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലേക്കും വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ഒരു അവസരം കൂടി നമ്മുടെ കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ലിബറലായിട്ടുള്ള, കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഒരു അരാജകത്വ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണം ഉണ്ടാക്കിയാൽ മതി, മറ്റൊന്നും കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് രാജ്യത്തേക്ക് പോകാം, വലിയ കൃത്യമായിട്ടുള്ള ധാരണകളൊന്നുമില്ലാതെ നമുക്ക് ഏതെങ്കിലും ജോലി കിട്ടിയാൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ മൈൻഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അതിൽ തന്നെ ഒരു 50% പേരെങ്കിലും പണം കിട്ടിയാൽ മതി, ബാക്കിയുള്ളതൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെയും ഒക്കെ നമ്പർ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് അബദ്ധം പറഞ്ഞുകൊണ്ടും നമ്മൾ വീഡിയോകൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആവുക, ഒരു ഫെയിം ഉണ്ടാവുക, പ്രശസ്തനാവുക, അതിനൊക്കെ വേണ്ടിയിട്ട്
വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന് പോലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു യങ് ജനറേഷനെ കൂടി ഇവർ വളരെ സമർത്ഥമായി ഒരു പ്രൊപ്പഗാണ്ടയിലൂടെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ പ്രൊപ്പഗാണ്ടകളെക്കുറിച്ചും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ ചില സിനിമാ താരങ്ങൾ അവർ ഫോണുകൾ വലിച്ചെറിയുന്നു, അവർ വളരെ അലസമായിട്ടിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരെത്ര കൂളാണെന്ന് പറയുന്നു, അവർക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള പോപ്പുലാരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ചില നടൻ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയൊക്കെ തന്നെ കോക്പിറ്റിൽ കയറി നോക്കുകയും പൈലറ്റിന് ഓടിക്കാൻ അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കോക്പിറ്റിൽ കയറിയതാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത്തരം അജണ്ടകളാണ് പുതിയ നമ്മുടെ ചലച്ചിത്രങ്ങളുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പണമുണ്ടായാൽ മതി. ഇപ്പോൾ മയക്കുമരുന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കേസുകളിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടുപോയാൽ പോലും നമുക്കതൊന്നും വലിയ ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്നും പകരം പണമാണ് ഏറ്റവും മുഖ്യമെന്നുമൊക്കെയുള്ള ഒരു മെസ്സേജും അറിയാതെ ഇവരുടെയൊക്കെ മാർക്കറ്റിംഗ് ടൂളുകളുടെ ഭാഗമായിട്ടാണ് സിനിമകളിൽ പോലും കുത്തി നിറക്കപ്പെടുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ കുത്തി നിറക്കപ്പെടുന്നതും എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വൻ ബിസിനസ്സുകളാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെക്സ് റാക്കറ്റ് കേസും എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന വമ്പൻ സ്രാവുകളും അതുപോലെ തന്നെ പണമിറക്കുന്നവരൊക്കെ പിടിയിലാകാതെ ഈ പറയുന്ന ചെറിയ ചെറിയ ആളുകൾ മാത്രം പിടിയിലായിട്ട് കാര്യമില്ല. ഇതിലെ മെയിൻ കൾപ്രിറ്റുകൾ മുതൽ അത്ര കുറ്റവാളികളായിട്ടുള്ള ആളുകൾ മുതൽ അവർ ബോംബെയിൽ വെച്ചൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ പുറത്തേക്ക് പടക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ പുറകെ രോഗം അറിയാത്ത ഈ സാധാരണ ആളുകളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വലിയ ആളുകളെ കൂടി കണ്ടെത്തി ഉറവിടം നശിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 250 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ 250 കോടി രൂപ കൊടുത്ത് അത് മേടിക്കാൻ കഴിയുന്ന പ്രബലനായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം. അവർക്കുണ്ടാകാവുന്ന രാഷ്ട്രീയ പിന്തുണകൾ എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്തുണകളൊക്കെ തന്നെ ഈ കേസുകളുടെ പുറകിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അവരിലേക്കൊക്കെ അന്വേഷണം എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള പോലീസിനെ കൊണ്ട് ചിലപ്പോൾ ദുബായ് വരെയൊക്കെ അന്വേഷണം എത്തിച്ചേരുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണെന്നറിയാം. പക്ഷെ പോലീസ് വിചാരിച്ചാൽ നടക്കാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ അടിവേരിറക്കുന്ന അന്വേഷണങ്ങൾ വേണം നടത്താൻ. രണ്ടാമത്തത്, പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളടക്കം എല്ലാവരോടും ഇത്തരത്തിലുള്ള കെണികൾ, ചതികൾ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സിനിമയും മോഡലിങ്ങും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ആ മോഡലിങ്ങും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഈസിയായി എളുപ്പത്തിൽ ഒരു ഫെയിമും അതുപോലെ തന്നെ പണവും കിട്ടാവുന്ന ബിസിനസ്സുകളോ ജോലികളോ ഇല്ല എന്നുള്ളതൊക്കെയുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അനർഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ കൂടി കുറവാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് പറയാനുള്ളൂ. കേസുകൾ ഇനിയും വരും, കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും, അവരൊക്കെ ഫ്രീ ആയി നടക്കും. ഒരുപക്ഷെ കേസുകളും കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോയേക്കാം. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടക്കും. പക്ഷേ അവനവൻ സൂക്ഷിക്കുന്നത് കൂടി കുറേ കൂടി നന്നാകും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, നമ്മൾ മറ്റൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇത്രയും വലിപ്പത്തിലല്ല പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുള്ളത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനൽ എന്ന് പറയുന്നത് വലിയ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും മാത്രം ഉണ്ടാകുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൽ നമ്മൾ 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൽ എങ്ങനെയാണ് 2021 വലിയ ജനപിന്തുണയോടെ അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ, ക്യാപ്റ്റനായിരുന്ന കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് എങ്ങനെയാണ് 2026 കോൺഗ്രസ് അധികാരം പിടിച്ചതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. എല്ലാവരും തന്നെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മാസം 2-3 പോഡ്കാസ്റ്റുകൾ അത്തരത്തിൽ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. വലിയ ചിലവേറിയ കാര്യമാണെങ്കിലും അതുകൂടി ചെയ്താൽ മാത്രമേ നമ്മളൊരു ഒറ്റയാൾ പോരാട്ടത്തിന് ഒരു സാർത്ഥകമായിട്ടുള്ള പര്യവസാനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ കൂടി സൃഷ്ടിക്കുന്ന ഒരു നിർമ്മിതികളുണ്ട്, ഒരു പൊതുബോധത്തിൻ്റെ നിർമ്മിതികളുണ്ട്. ആ പൊതുബോധത്തിനും അപ്പുറം സഞ്ചരിക്കാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ആ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പ് എടുക്കാം. അതെടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പക്ഷേ അതിനുമപ്പുറം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുറേ കൂടി സത്യസന്ധമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ വളരെ വിശദമായിട്ടുള്ള പോഡ്കാസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതിനുമപ്പുറത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയും കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക. അല്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും നമ്മുടെ വീഡിയോകളുടെ താഴെ അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ പിന്തുണക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിച്ചു എന്ന് മാത്രം. ആ ചാനലിൻ്റെ പേരൊരിക്കൽ കൂടി മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.